പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനും ബിജെപി സ്ഥാനാർത്ഥിമാരാകും. പട്ടികയ്ക്ക് അന്തിമ രൂപമായതായാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല. പ്രചാരണ ചുമതല ഏറ്റെടുത്ത് മാറി നിൽക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരം. കൊല്ലത്ത് ടോം വടക്കനെ പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കും. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, പത്തനംതിട്ടയെ ചൊല്ലിയായിരുന്നു ഏറ്റവും അധികം തർക്കം നിലനിന്നിരുന്നത്. അവിടെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇനി മാറ്റത്തിന് സാധ്യതയുണ്ടോ? പത്തനംതിട്ടയെ ചൊല്ലിയുള്ള തർക്കം ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി തീർത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടുകയും സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയോട് സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുവാനുള്ള നിർദ്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് അറിയുന്നത്. പാലക്കാടിലായെങ്കിൽ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ശോഭാ സുരേന്ദ്രനോട് ആറ്റിങ്ങലിൽ നിന്ന് ജനവിധി തേടാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം. മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ടോം വടക്കൻ, അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെടെ ന്യൂനപക്ഷ മുഖങ്ങളെയും ഈ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയായി പരിഗണിച്ചുകൊണ്ട് ഓരോരോ മണ്ഡലങ്ങളിൽ ടോം വടക്കന് കൊല്ലമാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ചാലക്കുടിയിലേക്ക് മാറുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ടോം വടക്കൻ കൊല്ലത്താണെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് ജനവിധി AN രാധാകൃഷ്ണനായിരിക്കും ജനവിധി തേടാൻ പോകുന്നത്. അതോടൊപ്പം അല്പസമയത്തിനകം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും PK കൃഷ്ണദാസും അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ BJPയുടെ ദേശീയ യോഗങ്ങൾ തുടരുന്നതിനിടെയാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഇവിടെ വാർത്താ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തുഷാർ വെള്ളാപ്പള്ളി, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവർ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. രേണുക. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി ചർച്ചകൾ കുഴഞ്ഞു മറിഞ്ഞതോടെ BJP അണികൾക്കിടയിലും ആശയക്കുഴപ്പം. ഇടത് വലത് മുന്നണികൾ കളത്തിലിറങ്ങിയിട്ടും പലയിടത്തും കാഴ്ചക്കാരായിരിക്കുകയാണ് BJP പ്രവർത്തകർ. BJPയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന തെരഞ്ഞെടുപ്പായിരുന്നെന്നായിരുന്നു പ്രഖ്യാപനം. കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കളം നിറയാനായിരുന്നു പദ്ധതിയും. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തർക്കങ്ങൾ ഈ നീക്കങ്ങളെ പിന്നോട്ടടിച്ചു. ശബരിമല സമരങ്ങൾക്ക് തൊട്ടു പിന്നാലെ എത്തുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാമെന്ന് BJP പ്രതീക്ഷിച്ചു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഈ പ്രതീക്ഷകളെ പിന്നോട്ടടിക്കുകയാണ്. പ്രാദേശിക വികാരം രേഖാമൂലം എഴുതി വാങ്ങിയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെങ്കിലും ഡൽഹി ചർച്ചകളിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല. ഒടുവിൽ പട്ടികയിൽ RSS നേരിട്ടിടപെട്ടു. എല്ലാം ഇനി കേന്ദ്രം തീരുമാനിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ. അത് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രഖ്യാപിക്കും നാളെ. അഖിലേന്ത്യാ കമ്മിറ്റി മത്സരിക്കുന്ന ഞാനങ്ങനെ. കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവ് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വലിയ നേട്ടമാകുമെന്ന് BJP കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് ഈ നീക്കത്തിന്റെ പൊലിമ കുറച്ചു. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. വടകരയിൽ P ജയരാജനെതിരെ എല്ലാ പാർട്ടികളിലെയും രക്തസാക്ഷി കുടുംബങ്ങളെ സംഘടിപ്പിച്ച് പ്രചാരണം നടത്താൻ RMP. കൊല്ലപ്പെട്ട കോൺഗ്രസ്, ലീഗ്, BJP പ്രവർത്തകരുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് ഇരകളുടെ സംഗമം സംഘടിപ്പിക്കും. വടകരയിൽ വീണ്ടും കൊലിബി സഖ്യത്തിനാണ് കളമൊരുങ്ങുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ആരോപിച്ചു. TP ചന്ദ്രശേഖരൻ വധം P ജയരാജൻ ഉൾപ്പെടെയുള്ള ഉന്നത CPM നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് RMPയുടെ ആരോപണം. ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിന്റെയും BJP പ്രവർത്തകൻ കതിരൂർ മനോജിന്റെയും വധക്കേസുകളിൽ P ജയരാജൻ പ്രതിയാണ്. ഈ സാഹചര്യത്തിലാണ് RMP ഇരകളുടെ സംഗമം സംഘടിപ്പിക്കുന്നത്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. അപ്പോൾ ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു കതിരൂർ മനോജിൻ്റെയും അതുപോലെ പയ്യോളിയിലെ മനോജിൻ്റെയും ഒക്കെ ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകത ഈ കൊലപാതകങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കും. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP കുടുംബങ്ങളെ രംഗത്തിറക്കുന്നതോടെ വടകരയിൽ 91-ലേതിന് സമാനമായി കോലിബി സഖ്യത്തിനാണ് നീക്കമെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ആരോപിച്ചു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് P ജയരാജൻ BJPയുടെയും UDFന്റെയും ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. K മുരളീധരൻ നാളെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം കൊലപാതക രാഷ്ട്രീയമായിരിക്കുമെന്ന നിലപാടിലാണ് UDFും RMPയും. മണ്ഡലത്തിൽ BJPയുടെയും പ്രചാരണ വിഷയം ഇതുതന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പൂർണ്ണമായ മേൽക്കൈ നേടുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരായി ജനങ്ങൾ വിധിയെഴുതും. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഐകകണ്ഠേനയാണ് എന്നും മുല്ലപ്പള്ളി ഡൽഹിയിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷിക്കും പൂർണ്ണമായ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും ഭരണപരാജയത്തിൻ്റെ ഒരു വിധിയെഴുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയം തികച്ചും സമവായത്തിലൂടെ നടത്തപ്പെടാൻ സാധിച്ചു എന്നതിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. അതിലേറെ ചാരിതാർത്ഥ്യമുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി SNDP ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് ആവർത്തിച്ചു വെള്ളാപ്പള്ളി നടേശൻ. തുഷാറിനോടും SNDP യോഗം ശരിദൂരം തന്നെ സ്വീകരിക്കും. വടകരയിൽ P ജയരാജൻ അവഗണിക്കാനാവാത്ത സ്ഥാനാർത്ഥിയാണ്. തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം ചതിച്ചെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തുഷാർ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആവർത്തിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കണമെങ്കിൽ തുഷാർ SNDP ഭാരവാഹിത്വം രാജിവെക്കണം. അച്ചടക്കത്തിലുള്ള ഒരു സമുദായത്തിന്റെ പ്രവർത്തകനായിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വടകരയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുക. ഒരുപാട് വിമർശിക്കുക, അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് വിമർശനത്തെ നേരിടുന്നതാണ്. പക്ഷെ ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു നേതൃഗുണവും ജനകീയ അംഗീകാരമുള്ള ഒരാളാണ് P ജയരാജൻ. തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം ചതിച്ചു. AM ആരിഫ് മത്സരിക്കുന്നതിനാൽ പരാജയം ഭയന്നാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാതെ പിന്മാറിയതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. ആരിഫ് തോറ്റാൽ മുടി മൊട്ടയടിക്കുമോ എന്ന ചോദ്യത്തോട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇങ്ങനെ. നാളെ മൊട്ടയടിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്നാമത് എന്റെ തലയൊന്നും മൊട്ടയടിക്കാനൊന്നും ഇല്ല. ആ ധൈര്യത്തിലാ ഞാൻ പറഞ്ഞു. അത് പിന്നെ നിങ്ങളത് വ്യാഖ്യാനം. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ന്യൂസ് 18 ആലപ്പുഴ. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിൽ. ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ലണ്ടൻ കോടതിയുടെ നടപടി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ഇന്നലെ തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നും മനസ്സിലാകുന്നു. ഇന്ത്യക്ക് കൈമാറുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? രേണുക, നീരവ് മോഡി 17 മാസമായി രാജ്യം വിട്ട് 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ ഇന്ത്യ 17 മാസമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നീരവ് മോഡി ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ സമയം 3:30 ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കുമെന്നും വിവരങ്ങളുണ്ട്. വാർത്ത ലണ്ടൻ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ലണ്ടൻ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ തന്നെ 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ദീർഘകാലമായി നടന്നുവരികയാണ്. വാർത്താ സംഘം ബ്രിട്ടനിലെ മാധ്യമപ്രവർത്തകർ ഏതാനും ആഴ്ചകൾ മുമ്പ് നീരവ് മോഡി ലണ്ടനിൽ ഒളിവിൽ കഴിയുന്നതായി, ആഡംബര ജീവിതം നയിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് CNN ന്യൂസ് 18 വാർത്താ സംഘവും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ലണ്ടനിൽ കണ്ടെത്തിയിരുന്നു. മാധ്യമങ്ങളോടൊന്നും തന്നെ നീരവ് മോഡി യാതൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഒന്നിൽ തിരയുന്ന പ്രതിയെ ഇപ്പോൾ ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു. ലണ്ടൻ കോടതി അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ സമയം 3:30 ലണ്ടനിലെ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ഏതാനും ആഴ്ചകളായി തന്നെ നടക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. നീരവ് മോഡിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുമെങ്കിൽ അതിന് എത്ര ദിവസം എടുക്കും, ഏതൊക്കെ കാര്യങ്ങൾ അതിന് മുന്നോട്ട് നീക്കേണ്ടതായി വരുമെന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയില്ല. ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുള്ളൂ. എന്തായാലും ഇപ്പോൾ വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് നീരവ് മോഡി ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന കാര്യം ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്. റഷീദ്, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി എല്ലാ പ്രസംഗങ്ങളിലും ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അതൊരു പ്രചാരണ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച്. ആ ഒരു സാഹചര്യത്തിൽ നീരവ് മോദിയുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്ന സാഹചര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ പ്രതിഫലിക്കില്ലേ? ബാങ്ക് തട്ടിപ്പ് കേസുകളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും പെട്ട രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാക്കുകയും രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത ശേഷം രാജ്യം വിട്ട വ്യക്തികളെ ഇവിടെ തിരിച്ചെത്തിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നുള്ളത് BJP സർക്കാർ എല്ലാ കാലവും മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാന വാഗ്ദാനമാണ്. ഏറെക്കുറെ ചില കാര്യങ്ങളിൽ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നീരവ് മോഡിയെ പോലെയുള്ള വമ്പൻ സ്രാവുകളുടെ കാര്യത്തിൽ ആ ശ്രമങ്ങൾ അധികമൊന്നും വിജയിച്ചിരുന്നില്ല. നമുക്കറിയാം, മുൻപ് നീരവ് മോഡിയെ പറ്റി വന്നിരുന്ന റിപ്പോർട്ടുകൾ ഇത്ര വലിയ ഒരു ബാങ്കിംഗ് തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട ശേഷം ലണ്ടനിലെ ഒരു ബഹുനില ആഡംബര ഫ്ളാറ്റിൽ വളരെ സുഖജീവിതം നയിച്ചു വരികയായിരുന്നു നീരവ് മോഡി. ഇപ്പോഴത്തെ വിവരങ്ങൾ ശരിയാവുകയും നീരവ് മോഡിയുടെ അറസ്റ്റ് രേഖാമൂലം രേഖപ്പെടുത്തി ഇന്ത്യയിലെ
ഇത്ര വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ അദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടുതരികാൻ ലണ്ടൻ അധികൃതർ തീരുമാനിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തി കാണിക്കാവുന്ന ഒരു നേട്ടം തന്നെയായി മാറും എന്നതിൽ സംശയമില്ല. എന്നാൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ 1-2 ദിവസം പൂർത്തിയാകുമെന്ന് കരുതാൻ നിർവാഹമില്ല. നിരവധി നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലണ്ടനിൽ അദ്ദേഹം ഉണ്ട് എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഇക്കാര്യത്തിൽ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ അധികൃതരുടെയും ഇക്കാര്യത്തിലുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ. ശരി, അബ്ദുൾ റഷീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനം സ്ഥിരമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ഒരുങ്ങുന്നു. ഡിജിപിയുടെ ശുപാർശയിൽ തീരുമാനമെടുക്കാൻ നാളെ നിർണായക യോഗം ചേരും. ബി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നീക്കം? രേണുക, പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുക്കുന്നതിന് അന്ന് സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. നേവിയുടെയും വ്യോമസേനയുടെയും ഹെലികോപ്റ്ററുകൾ ലഭിക്കുന്നതിനാണ് പ്രയാസമുണ്ടായിരുന്നത്. പിന്നീട് വലിയ വാടക നൽകേണ്ടി വന്നിരുന്നു. ഇതും വിവാദമായി. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് വലിയ വാടകയാണ് ആവശ്യപ്പെട്ടത്. ഈ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ സംസ്ഥാനത്തെ പ്രേരിപ്പിച്ചത്. 1.5 വർഷം മുൻപാണ് ഇത് സംബന്ധിച്ച് DGP ലോക്നാഥ് ബെഹ്റ സർക്കാരിന് ശുപാർശ നൽകിയത്. ആ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, DGP, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്നിവർ ഉൾപ്പെടുന്നവർ ചേർന്ന് തീരുമാനമെടുക്കും. 2 കമ്പനികൾ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. പ്രതിദിന വാടക എന്ന നിലയിലായിരിക്കില്ല. പൊതുവിൽ സംസ്ഥാനം ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്യുന്ന കമ്പനിക്ക് കരാർ നൽകുന്ന ആ തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പലതും ഇതിനകം തന്നെ സ്വന്തമായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതേ പാതയിലാണ് സംസ്ഥാനവും നീങ്ങുന്നത്. രേണുക, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. കർഷകരുടെ കടങ്ങൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ചുള്ള ഉത്തരവിറങ്ങാത്തതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും ജപ്തി നടപടികൾ ഉണ്ടാകില്ലെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. കർഷകരുടെ എല്ലാ വായ്പകൾക്കുമുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം. കർഷക ആത്മഹത്യ തുടർ സംഭവമായ സാഹചര്യത്തിലായിരുന്നു സർക്കാർ നടപടി. എന്നാൽ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കുന്നതിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉത്തരവിറക്കാൻ കഴിയാതെയുമായി. ഇക്കാര്യത്തിലെ അതൃപ്തി കൃഷിമന്ത്രി VS സുനിൽകുമാർ പരസ്യമാക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഉത്തരവിറക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയായെന്ന മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തരവിറക്കാൻ വേണ്ട അടിയന്തര നടപടി വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിലവിലെ മൊറട്ടോറിയത്തിന്റെ കാലാവധി മെയ് അവസാനം വരെയുണ്ടെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി VS സുനിൽകുമാർ. മൊറട്ടോറിയം സംബന്ധിച്ച കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. കർഷകർക്ക് ബാങ്കുകളുടെ ഭാഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജപ്തി നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സർഫാസി നിയമപ്രകാരം എടുക്കുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് മരവിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. മാർച്ച് 5-നാണ് മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. 10-ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഉത്തരവിറക്കാൻ ഇത്രയും ദിവസം വൈകിയതാണ് സർക്കാരിന് തിരിച്ചടിയായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓച്ചിറയിൽ നിന്ന് രാജസ്ഥാൻ സ്വദേശിയായ 13-കാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ബംഗളൂരുവിലേക്ക്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പ്രതി റോഷന്റെ പിതാവ് നവാസ് ന്യൂസ് 18നോട് പറഞ്ഞു. നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ. സംഭവ ദിവസം പ്രതികൾ ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിക്ക് സമീപം കാർ നിർത്തി. മുഖ്യപ്രതി റോഷൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. മാതാപിതാക്കളെ മർദ്ദിച്ച് പെൺകുട്ടിയെ വിളിച്ചിറക്കി കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയത്. രാവിലെ 9 മണിക്ക് എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്ക് തിരിച്ച ട്രെയിനിലാണ് പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ പോയത്. കൂട്ടുപ്രതികളായ അനന്തു, ബിബിൻ എന്നിവർ ഇന്നലെ പുലർച്ചെ 5:30 എറണാകുളത്തു നിന്നും ഓച്ചിറയിലേക്ക് മടങ്ങി. പെൺകുട്ടിയും പ്രതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമം നടത്തുന്നുവെന്നും മകനെ സംരക്ഷിക്കില്ലെന്നും റോഷന്റെ പിതാവ് നവാസ്. സത്യാവസ്ഥ പുറത്തു വരട്ടെ, പെൺകുട്ടിയെ ഈ ചെറുക്കനെ കണ്ടുപിടിക്കണം. അത് അവന്റെ പേരിൽ പോലീസിന്റെ നടപടികൾ എടുക്കട്ടെ, കേസെടുക്കട്ടെ. കാറിലെത്തിയ 4-അംഗ സംഘം ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. പെൺകുട്ടിയും റോഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ല. मालूम नहीं, वो भी वही होगा तो हमको मालूम नहीं. वो 3 आदमी मकान के अंदर आया, उसको ऐसे पकड़ के मुंह पकड़ के लेके जाने लग गया. കരുനാഗപ്പള്ളി, ഓച്ചിറ പോലീസ് സ്റ്റേഷനുകളിലെ 2 സംഘങ്ങൾ അന്വേഷണത്തിനായി ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്.
ന്യൂസ് 18 കൊല്ലം. ഗോവയിൽ വിശ്വാസ വോട്ട് നേടി ബിജെപി. 15-നെതിരെ 20 വോട്ടുകൾ നേടിയാണ് പ്രമോദ് സാവന്ത് സർക്കാർ വിശ്വാസ പ്രമേയം വിജയിപ്പിച്ചത്. 14 കോൺഗ്രസ് അംഗങ്ങളും 1 NCP അംഗവും വിശ്വാസ വോട്ടിനെ എതിർത്തു. ബിജെപിയുടെ 12 MLA-മാർക്ക് പുറമെ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവയുടെ 3 വീതം അംഗങ്ങളും 3 സ്വതന്ത്രരും ബിജെപിയെ പിന്തുണച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗായാത്രയ്ക്ക് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഇന്ന് സമാപനം. കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുന്ന പ്രിയങ്ക മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമായി. നെഹ്റു കുടുംബത്തിന് വേരുകളുള്ള അലഹബാദിൽ നിന്ന് ഗംഗാനദിയിലൂടെ മോദിയുടെ മണ്ഡലമായ വാരാണസിയിലേക്ക് 3 ദിവസം നീണ്ട പ്രചാരണത്തിനിടെ ബോട്ടിലൂടെ മാത്രം 140 കിലോമീറ്റർ, ഇടയ്ക്ക് ബസ്സിലും ട്രെയിനിലും കാൽനടയായും സഞ്ചാരം. ഗംഗയുടെ ഇരുകരയിലുമുള്ളവരെ കണ്ടും അവരുമായി ആശയവിനിമയം നടത്തിയുമായിരുന്നു യാത്ര. ഒപ്പം പ്രധാന ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചും BJP ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകിയുമായിരുന്നു പ്രിയങ്കയുടെ യാത്ര. BJP has systematically attacked every institution in this country for the last 5 years. So I think the Prime Minister should stop thinking that people are fools and understand that they see through all this. അതേസമയം കുടുംബരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബ്ലോഗിലെ ലേഖനത്തെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമായി. കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് കുടുംബ പാരമ്പര്യത്തെ വിമർശിക്കാൻ കഴിയുമോ എന്നായിരുന്നു താരിഖ് അൻവറിന്റെ ചോദ്യം. उनका कोई वंश रहा नहीं, जिसका कोई वंशी ना हो वो कैसे ये बात कह सकता है. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. सारी दुनिया പ്രധാനമന്ത്രിയുടെ ഓഫീസ് പബ്ലിസിറ്റി മിനിസ്റ്റേഴ്സ് ഓഫീസായി മാറിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മണിപ്പൂരിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. വിദ്യാഭ്യാസത്തിനായി കേന്ദ്രം വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ലെന്നും ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ചെലവേറുന്നതെന്നും രാഹുൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് BSP അധ്യക്ഷ മായാവതി. BJPയെ പരാജയപ്പെടുത്താൻ BSP SP RLD സഖ്യത്തിനാകുമെന്നും മായാവതി പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPക്ക് ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. तथा अपनी पार्टी की मूवमेंट के व्यापक हित के साथ साथ जनहित व देश हित का भी यही तकाजा है कि मैं लोकसभा का चुनाव अभी नहीं लड़ूं. സഖ്യകക്ഷികളായ SPക്കും BSPക്കും പ്രചാരണത്തിന് ഇനി ഒറ്റ ലോഗോ. BSPയുടെ ചിഹ്നമായ ആനയുടെ തുമ്പിക്കൈയും സമാജ്വാദി പാർട്ടിയുടെ സൈക്കിളിന്റെ ചക്രവും ചേർന്നതാണ് ലോഗോ. സമാജ്വാദി പാർട്ടിക്കും BSPക്കും പുറമെ അജിത് സിംഗിന്റെ RLDയും മഹാസഖ്യത്തിന്റെ ഭാഗമാണ്. 80 മണ്ഡലങ്ങളിൽ 38 ഇടത്ത് BSPയും 37 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും 3 സീറ്റിൽ RLDയും മത്സരിക്കുന്നു. സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും മഹാസഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പിന്തുണ തേടി മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വസതിയിലെത്തി. ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി പ്രതാപന്റെ ഫേസ്ബുക്ക് പേജ് മമ്മൂട്ടി പ്രകാശനം ചെയ്തു. മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വസതിയിലേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒഴുക്കാണ്. അതിന് ഇടത് വലതു ഭേദമില്ല. പിന്തുണ തേടി മാത്രമല്ല, പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടാനും എല്ലാവർക്കും മമ്മൂട്ടി വേണം. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപനും അങ്ങനെയാണ് മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയത്. പ്രതാപൻ നമ്മുടെ സുഹൃത്താണ്. പ്രതാപൻ ജയിച്ചു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. വിജയാശംസ. നേരത്തെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷനിലുണ്ടായിരുന്ന പ്രതാപന് താരവുമായി ദീർഘകാലത്തെ പരിചയമുണ്ട്. ജ്യേഷ്ഠ സഹോദരന്റെ അനുഗ്രഹം തേടിയാണ് താൻ എത്തിയതെന്ന് TN പ്രതാപൻ പറഞ്ഞു. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ മമ്മൂക്ക കൊടുങ്ങല്ലൂരും മാളയും ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ഓടിയെത്തുകയുണ്ടായി. അതിലെല്ലാം മമ്മൂക്കയുടെ കൂടെ ഒരു അനുജനെ പോലെ സഹോദരനെ പോലെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മമ്മൂക്കായിട്ടുള്ള ഒരു വ്യക്തിബന്ധം തീർച്ചയായും എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലൊരു വലിയ ഘടകം തന്നെയാണ്. ന്യൂസ് 18 കൊച്ചി. പോയ കാലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മുൻ കൃഷിമന്ത്രിയും പലതവണ MLAയുമായ സിറിയക് ജോൺ. അടിയൊഴുക്കുകളും കാലുവാരലും എല്ലാം ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു എന്ന് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നു. ഓർമ്മകളിൽ ഇപ്പോഴും പഴയ തെരഞ്ഞെടുപ്പ് കാലമുണ്ട്. പക്ഷേ ഓർത്തെടുക്കാനാവുന്നില്ല പല കാര്യങ്ങളും. മുൻകാല കോൺഗ്രസ് നേതാവിൻ്റെ പ്രായം ഓർമ്മകൾക്ക് മേൽ അത്രത്തോളം പിടിമുറുക്കിയിട്ടുണ്ട്. മലയോര മേഖലയിൽ കോൺഗ്രസിന് ആളും അർത്ഥവും നൽകിയ നേതാവായിരുന്നു സിറിയക് ജോൺ. 1970 കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി.
പിന്നീട് ബത്തേരി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ നിന്നായി പലതവണ ജയിച്ചു കയറി കൃഷിമന്ത്രിയായി. അടിയൊഴുക്കുകളും കാലുവാരലും അന്നും ഒട്ടും കുറവില്ലായിരുന്നുവെന്ന് സിറിയക് ജോൺ. ചിലയിടത്തൂടെയൊക്കെ ഉണ്ടെന്നുള്ള അല്ലാണ്ട് എനിക്കൊന്നും അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ സ്ട്രോങ് എ ഗ്രൂപ്പുകാരനായിരുന്നു, ആണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം, അതിലൊന്നും ഒരു ഒളിച്ചുകളിയില്ല. പക്ഷേ ഒരു കാലുവാരലുണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല അവിടെ. കാരണം ഇത് ലീഡർഷിപ്പ് കുറേ കൂടി ഇതിനകത്തൊക്കെ ഒരു വ്യക്തമായ നിലപാടെടുക്കണം. ആ ഒരു നിലവാരം വിട്ടിട്ടുള്ള ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് പോകരുതെന്ന് അവർ കർക്കശമായിട്ട് നിയന്ത്രിക്കണം. അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എ ഗ്രൂപ്പിലാണെങ്കിലും കെ കരുണാകരനുമായി നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായത്. കരുണാകരനുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ അയക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ നിലപാടുകളെ പറ്റി ഉള്ള ശക്തമായ അഭിപ്രായവും വ്യത്യാസവും അത് കഴിയുന്നത്ര അയാളോട് തന്നെ പറയുകയും പിന്നെ ആ ലൈനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രായം 86 പിന്നിട്ട സിറിയക് ജോൺ കോഴിക്കോട് ചേവായൂരിലെ അപ്പാർട്ട്മെന്റിലാണ് താമസം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ബിജെപി നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തുന്നു. തത്സമയ സംഭാഷണം to present an alternative for this two political fronts. BJP has always propagated and worked to articulate a different ideology, and also on the economic and social front we have given a kind of alternative approach. Our workers have sacrificed a lot in Kerala, and millions of workers in the last few decades, they have made BJP a formidable force. On the social front, this BDGS, after formation, they have been able to create adequate space, and with their joining in the last elections, definitely people got the confidence that there is a possibility of an alternative. Now, in the last few days, few weeks, in the entire country, NDA is getting strengthened, and state by state we have identified and we started negotiations and discussions, and in Kerala also this BDJS and BJP, along with this BC Thomas, he also joined. So, and there is another party, Kerala Congress, Kerala Kamaraj Congress, Devar Labour Party, and fishermen community. So there are different groups, social groups, and the organizations and movements. They declared that they will become partners of NDA under the leadership of Narendra Modi ji at the national level, forming the decisive government with absolute majority is the important thing, not only for the Indian development, but even for the Kerala. So all of them have declared. I would like to say one more thing. In the south, NDA is becoming a very important force. Now with this declaration of Kerala, and you are aware in Tamil Nadu, so with these additions, if you see at the national level, NDA is the potential coalition, powerful coalition, largest coalition, highest number of parties are now in NDA.
There is no alternative alliance in this entire country. Congress has failed completely to create a kind of alliance anywhere. There is no state, either in the eastern part or western part or northern India or southern India, the alliance is not clear and leadership issue ബി ജെ പി is not നേതാക്കൾ solved. ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.